പകൽക്കിനാവ്. രചന അഞ്ജു തങ്കച്ചൻ. അവതരണം ഷാഹുൽ മലയിൽ. ദേ മോളെ, അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് പോയേക്കില്ലേ? വിവാഹം കഴിഞ്ഞു വന്ന് കയറി ആദ്യ ദിവസം മരുമകളുടെ തലയിൽ തലോടിക്കൊണ്ട് കമല പറഞ്ഞു. അതെന്താ അമ്മേ? എൻ്റെ മോളെ ഒന്നും പറയണ്ട. വൈകുന്നേരമായ കേൾക്ക അവിടുത്തെ പുകിൽ. അപ്പനും മോനും കള്ളുടിച്ചിട്ട് വന്നിട്ട് പാട്ടും ബഹളവും. അവിടെ ഒരു തള്ളച്ചിണ്ട്, ഒരു സുന്ദരിക്കോത. എല്ലാം കൂടെ എന്തോ ഒച്ചയും ബഹളമാണെന്നോ. ഒട്ടും വൃത്തിയും മെനയില്ലാത്ത കൂതറകൾ. ചേറിലും മണ്ണിലും പണിയെടുക്കുന്നവരാ. എന്നിട്ട് പറമ്പിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കും. കണ്ടാ ഓക്കാനം വരും. മോൾ അങ്ങോട്ടൊന്നും പോയേക്കരുത്, അലമ്പ് ഫാമിലിയാ. ശരിയമ്മേ. അവൾ തലകുലുക്കി. കിടപ്പുമുറിയുടെ ജനാല തുറന്നാൽ കാണുന്നത് അമ്മ പോവരുതെന്ന് പറഞ്ഞ ആ വീടാണ്. ഓടിട്ട ചെറിയ വീടാണ്. മുറ്റം നിറയെ പൂത്തുലങ്ങി നിൽക്കുന്ന പലതരം ചെടികൾ. വീടിന്റെ ഇടതുവശത്തായി ഒരു ആട്ടിൻകൂടും 4 ആടുകളും നിൽപ്പുണ്ട്. തൊടിയിലെങ്ങും പലതരം പച്ചക്കറികൾ കായ്ച്ചു നിൽക്കുന്നു. എങ്ങും പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷം. വെറുതെ അങ്ങോട്ട് നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണ്. മോളെ വാ, ഭക്ഷണം കഴിക്കാം. അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. രാജീവിന്റെ അനിയത്തി ഹേമയും അനിയത്തിയുടെ ഭർത്താവ് ശരത്തും 2 കുട്ടികളിരുന്ന് കഴിഞ്ഞിരുന്നു. അവൾ രാജീവിന്റെ അടുത്തിരുന്നു. എൻ്റെ ഏടത്തി, കുറച്ചുകൂടി നല്ല സാരി കൊടുത്തു നടന്നൂടെ? ഒന്നുമില്ലേ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അനിയത്തിയുടെ കമന്റ്. അവൾ രാജീവിനെ നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന മട്ടിൽ അയാൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൾ പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങി. തൻ്റെ ഈ രാജീവിൻ്റെ ഇടയിലുള്ള അമ്മായിമ്മയുടെ കടന്നുകയറ്റം ഒഴിച്ചാൽ അമ്മ പാവാണ്. എങ്കിലും രാജീവിൻ്റെ പെരുമാറ്റം അവളെ കുറച്ചൊക്കെ വേദനിപ്പിച്ചിരുന്നു. തന്നോട് സ്നേഹമോ ദേഷ്യമോ കാണിക്കാറില്ല. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം, അത്രയേ ഉള്ളൂ. ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ അമ്മയും കൂട്ടി പൊയ്ക്കൊള്ളുന്ന ഉത്തരം. വിരസത നിറഞ്ഞ ദിനങ്ങൾ കൂടിയവരെ ഒരു ദിവസം അവൾ രാജീവിനോട് താൻ ജോലിക്ക് പോയിക്കോട്ടെ എന്ന അഭിപ്രായം ചോദിച്ചു. പൊയ്ക്കോളൂ, തൻ്റെ കാര്യങ്ങൾ താൻ ചെയ്യണം. എൻ്റെ ചെലവിൽ ചുള്ളിലൂടെ കഴിയുന്നതിൽ നല്ല സ്വന്തം കാര്യം സ്വയം ചെയ്യുന്നതാണെന്ന് അയാൾ പറഞ്ഞു. അയ്യോ എൻ്റെ മോളെ, നീ എന്താ ഈ പറയുന്നത്? നമ്മളെപ്പോലെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഈ ഉള്ളതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ? വാത്സല്യത്തോടെ എന്നവണ്ണം അമ്മ അവിടെ നെറുകിൽ തലോടി. തേൻ പുരട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഇവർ മധുരമായി സംസാരിക്കുന്നത് അവൾക്ക് അത്ഭുതം തോന്നി. എനിക്ക് ജോലിക്ക് പോകണമേ. എത്ര നാളെന്ന് വെച്ചാൽ വെറുതെ വീട്ടിലിരിക്കുന്നത്? അത് നടക്കില്ല മോളെ. എനിക്ക് എൻ്റെ മോൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കണം. അത് ഉടനെ വേണം. ഇപ്പോഴത്തെ കുട്ടികൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങൾ ഉടനെ വേണ്ടാന്ന് വെക്കും. എന്നിട്ട് വേണം തോന്നുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല. എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ കൊഞ്ചിക്കണം. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. ഇപ്പോഴേ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജീവാണെങ്കിൽ പങ്കാളിയാണെന്നൊരു പരിഗണന പോലും തരുന്നില്ല. ചില രാത്രികളിൽ യാതൊരു പ്രണയവുമില്ലാത്ത എന്തോ കടമ പോലെയുള്ള ഇണചേരലുകൾ. ജീവിതത്തോട് വെറുപ്പും മടുപ്പും തോന്നുന്നു. ഇതായിരുന്നോ താൻ ആഗ്രഹിച്ച ജീവിതം? ഇങ്ങനെയാണോ എല്ലാവരുടെയും വിവാഹ ജീവിതം? അല്ല, അപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മയും ഈ പ്രായത്തിൽ എന്തൊരു സ്നേഹവും കരുതലും പങ്കുവെക്കുന്നവരാണ്. സത്യത്തിൽ അവരെ കാണുമ്പോൾ അസൂയ തോന്നും. അങ്ങനെ ഒരു ജീവിതമല്ലേ താൻ ആഗ്രഹിച്ച്? തൻ്റെ കിനാവുകളിൽ അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണുള്ളത്. തനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജീവ് ശ്രീനന്ദയോട് ചോദിച്ചു. പോകണമെന്നുണ്ട്, അമ്മ സമ്മതിക്കുന്നില്ല. അത് സാരല്ല, ജോലിക്ക് പോയിക്കോ. എനിക്ക് ഞാൻ ജോലി എടുത്ത കാശ് വെറുതെ വാക്കുന്ന ഇഷ്ടമല്ല. നിനക്ക് വേണ്ടത് നീ ഉണ്ടായിക്കോണം. എന്നോട് കാര്യവും പറഞ്ഞേക്കരുത്. അവൾക്ക് അവജ്ഞ തോന്നി. എന്തൊരു മനുഷ്യനാണിത്. സ്വന്തം ഭാര്യയോടാണ് പറയുന്നതെന്ന് പോലും ഇല്ല. ഇയാളുടെ ചെലവിൽ ജീവിച്ചാൽ തിന്നതിന് ഇയാൾ കണക്ക് പറയും. ഒരു ജോലി നേടാത്ത പ്രയാസമൊന്നുമില്ല. അതിനുള്ള യോഗ്യതയും കഴിവും തനിക്കുണ്ട്. പിന്നെ താനുണ്ടാക്കിയ സൗഹൃദവലയം ഇയാൾക്കറിയില്ല. ചാവാൻ പോലും തയ്യാറായി കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ തനിക്കുണ്ട്. അവരോട് ജോലി ഒഴിവുകളെക്കുറിച്ച് ചോദിക്കണം. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാജീവ് ജോലിക്കായി ഇറങ്ങിയതും അവൾ ഓടി അടുത്തേക്ക് ചെന്നു. ഞാനും വരുന്നുണ്ട്, എന്നെ ടൗണിൽ ഇറക്കിയാൽ മതി. അവൾ ഡോർ തുറന്ന് കയറിയിരുന്നു. ഒരു ജോലിക്കാരത്തിന് വേണ്ടിയാ? അവൾ ചിരിയോടെ അവനെ നോക്കി. അയാളുടെ മുഖം കനത്ത് തന്നെ ഇരുന്നു. എനിക്കെൻ്റെ വണ്ടിയിൽ വേറെ ആരും കയറുന്ന ഇഷ്ടമല്ല. അവൾ പകപ്പോടെ അയാളെ നോക്കി. ഇറങ്ങ്, വേണമെങ്കിൽ ഓട്ടോ വിളിച്ചു പോകും. അവൾ കാറിൽ നിന്നിറങ്ങി. അപമാനഭാരമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നറിയില്ല. തൊണ്ടക്കുഴിയിൽ ഒരു കരച്ചിൽ ഉരുണ്ടുകൂടുന്നു. കണ്ണുകൾ പുകഞ്ഞ് ചുടുകണ്ണീർ ഒഴുകി ഇറങ്ങുന്നു. പാടില്ല, തോറ്റെടുക്കാൻ പാടില്ല. അവൾ വഴിയിലേക്ക് നടന്നു. വഴിയിൽ വാഹനങ്ങളുടെയും മനുഷ്യരുടെയും തിരക്ക്. ഉച്ചയോടുകൂടിയാണ് അവൾ വീട്ടിൽ മടങ്ങിയെത്തിയത്. മോളിത് എവിടെയായിരുന്നു ഇത്രയും നേരം? എനിക്ക് ജോലി കിട്ടിയാമേ, എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ. നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണം. എന്തായാലും ഇക്കാര്യങ്ങൾ വീട്ടിലറിയിക്കണം. അവർ കണ്ടുപിടിച്ചു തന്നാണല്ലോ ഭർത്താവിനെ. നല്ല കുടുംബമാണത്രേ. ചെറുക്കനാണെങ്കിൽ നല്ല യോഗ്യനും. ഇവറ്റകളുടെ മനസ്സ് മനസ്സിലാക്കണേ ഇവിടെ ഒന്ന് താമസിച്ച് പോകാൻ പറയണം. ഹോ, ആരെയും പ്രണയിക്കാൻ തോന്നിയില്ലല്ലോ. എന്തൊരു മണ്ടിയാ താൻ. അമ്മ കിടന്നുറങ്ങിയ നേരം നോക്കി അവൾ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൾക്ക് ശരിയെന്ന് തോന്നുക ചെയ്തോ. ഇവിടെ നിനക്ക് നിന്റെ മുറി എന്നും ഉണ്ടാവും. എപ്പോൾ പോരണം തോന്നിയാലും പോരെ. അച്ഛൻ പറഞ്ഞു കേട്ടത് അവൾക്ക് സമാധാനമായി.
പക്ഷേ വിവാഹം കഴിഞ്ഞ് അധികം മുമ്പ് മടങ്ങിപ്പോയാൽ അത് തന്റെ സഹോദരനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്നവൾക്ക് പേടി തോന്നി. സഹോദരന് വിവാഹാലോചന നടക്കുന്ന സമയമാണ്. താൻ അവർക്കൊരു ബാധ്യതയാവാൻ പാടില്ല. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. കെട്ടിയോന് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ. ഇവിടെ പിടിച്ചു നിൽക്കണം. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള മനക്കരുത്ത് തനിക്കുണ്ടോ? ഉചിതമായ തീരുമാനം എടുക്കാനാവാതെ അവൾ ഉഴറി. ഏതായാലും കുറച്ചുകൂടെ നോക്കാം. പറ്റില്ലെന്ന് തോന്നി ആർക്കൊരു ബാധ്യതയാവാതെ ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറാം. ഒരുപക്ഷെ രാജീവിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉള്ളിൽ തന്നോട് സ്നേഹം ഉണ്ടെങ്കിലോ? താലി കെട്ടിയ പുരുഷനെ അത്ര വേഗം ഉപേക്ഷിക്കാനുള്ള മനസ്സ് പെണ്ണുങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടാവുമോ താനിങ്ങനെ അയാൾക്ക് അനുകൂലമായിട്ടൊക്കെ ചിന്തിക്കുന്നു? എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. അവൾ ആലോചനയോടെ കട്ടിലിരുന്നു. നാളെ മുതൽ ജോലിക്ക് പോകണം. എന്തായാലും കുറച്ചു ദിവസം കൂടെ നോക്കാം. ഭർത്താവിന് ചിലപ്പോൾ മാറ്റമുണ്ടായെങ്കിലോ? എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തുവെന്ന് പിന്നീട് തനിക്കും തോന്നരുതല്ലോ. അന്ന് വൈകുന്നേരം ജോലിക്കാരി ശാന്തിക്കൊപ്പം തൊടിയിലെ പച്ചക്കറികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മതിലിനപ്പുറത്ത് ആ വീട്ടുമുറ്റത്ത് നിന്നും ഇരുനിറത്തിൽ മെലിഞ്ഞ് ഐശ്വര്യം നിറഞ്ഞൊരമ്മ കയ്യിലൊരു പാത്രവുമായി പറമ്പിലേക്ക് ഇറങ്ങുന്ന കണ്ടത്. അവൾ ആകാംക്ഷയോടെ അവരെ നോക്കി. പറമ്പിൽ അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. കപ്പ നടുകയാണ്. അയാൾ ഏകദേശം 55 വയസ്സ് പ്രായം തോന്നുന്ന അല്പം വണ്ണമുള്ള ശരീരപ്രകൃതിയുള്ള ആളാണ്. ഭാര്യ അരികിലേക്ക് ചെന്നു അയാൾ പണി നിർത്തി. വിയർത്ത ശരീരം തലയിൽ കെട്ടിയ തൂവർത്തഴിച്ച് തുടച്ചുകൊണ്ട് അടുത്തുള്ള വലിയൊരു കല്ലിലിരുന്നു. അവരെന്തോ പാത്രത്തിൽ നിന്നെടുത്ത് ഭർത്താവിന് കൊടുക്കുന്നതും അവരെന്തോ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത അസൂയ തോന്നി. അവരോടൊന്ന് സംസാരിക്കാൻ അവൾക്ക് തോന്നി. പിന്നാമ്പുറത്തുകൂടെ നടന്ന് അവൾ അവരുടെ പറമ്പിലെത്തി. അവളെ കണ്ടവർ മുഖമുയർത്തി. ഞാൻ ദാ ആ വീട്ടിലെയാ. ആഹാ, വരുമോളെ, എവിടെ ഇരിക്കെ, ദാ ഇത് കഴിക്ക്. ആ മനുഷ്യൻ ചൂടുള്ള ഇലയട അവൾക്ക് നേരെ നീട്ടി. തേൻ തുള്ളികൾ ഇറ്റി വീഴും പോലെ എത്ര മധുരതരമായിട്ടാണ് അവരുടെ സംസാരം. അവൾക്ക് ഉള്ള നിറഞ്ഞ പോലെ തോന്നി. മോളുടെ പേരെന്താ? ആ സ്ത്രീ ചോദിച്ചു. ശ്രീനന്ദ. നല്ല പേര്. അവൾ ചിരിച്ചു. മോളെ, ഇവൾക്കുണ്ടല്ലോ പെൺകുട്ടികളെ വലിയ ഇഷ്ടാ, അയാൾ പറഞ്ഞു. ഓ, ഈ പറയുന്ന ആൾക്ക് ഇഷ്ടമില്ലായിരിക്കും അല്ലേ? കേട്ടോ മോളെ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ചേട്ടൻ വയറി തലവെച്ച് ഏതു നേരം അച്ഛൻ്റെ പൊന്നൂട്ടിന്ന് വിളിയായിരുന്നു. ആ വിളി കേൾക്കുമ്പോൾ വയറ്റുള്ള ആൾ കിടന്ന് നല്ല ചവിട്ടും തരും. എന്നിട്ട് ഉണ്ടായത് ആൺകുഞ്ഞ്. അവർ വായപൊത്തി ചിരിച്ചു. അതിന് എൻ്റെ ചെറുക്കിന് എന്താടി ഒരു കുഴപ്പം? നല്ല മിടുമിടുക്കാനല്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കച്ചാ. കയ്യിലൊരു വലിയ കപ്പ് നിറയെ ചായയുമായി വന്ന ആൾ പറഞ്ഞു. ആ മോളെ, ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു മകൻ. പേര് ദേവദത്ത്. അവൾ അയാൾക്ക് നേരെ നോക്കി ചിരിച്ചു. ഞാൻ പോട്ടെ, വീട്ടിലെ അമ്മ തിരക്കും. ശരി മോളെ. അവൾ വീട്ടിലേക്ക് ചെന്നു. കമല മുഖം കറുപ്പിച്ചു. ശ്രീനന്ദയോട് ഞാൻ പറഞ്ഞതല്ലേ അവിടേക്ക് പോകരുതെന്ന്. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മ പോകണ്ട. ഞാനൊന്ന് പോയിന്ന് വെച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. അവൾ മുറിയിലേക്ക് പോയി. ഓഹോ, തർക്കുത്തരം പറയാൻ തുടങ്ങിയല്ലേ? ദേഷ്യം കൊണ്ട് അവരുടെ മുഖം ചുവന്നിരുന്നു. പിറ്റേന്ന് മുതൽ അവൾ ജോലിക്ക് പോയി തുടങ്ങി. അവളുടെ സുഹൃത്തായ വിവേകം അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവനാണ് ജോലി ഒഴിവിനെ കുറിച്ച് പറഞ്ഞത്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരായതുകൊണ്ട് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ. അതവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ജോലിക്ക് പോയി തുടങ്ങിയതോടെ അവൾക്കല്പം സമാധാനം തോന്നി. വീട്ടിലെ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുള്ള ഏക ആശ്വാസമാണ് ഈ ജോലി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞ് രാവിലെ ജോലിക്കാരി ശാന്തിക്ക് ഇനി മുതൽ വരാൻ പറ്റില്ലെന്ന്. അവളുടെ മോള് മാസം തികഞ്ഞ് നിൽക്കുകയാണെന്ന്. അതേതായാലും നന്നായി. ഇവിടെ അതിന് മാത്രം ജോലിയൊന്നുമില്ലല്ലോ. ഉള്ള ജോലി ഇവിടെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ, രാജീവ് പറഞ്ഞു. എനിക്ക് പ്രായമായില്ലേടാ. കാലിനും കൈക്കൊക്കെ വല്ലാത്ത വേദനയാ. പറ്റില്ലെങ്കിൽ അമ്മ ചെയ്യണ്ട. ശ്രീനന്ദ കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ശാന്തി പോവാൻ നിൽക്കുകയാണ്. ചേച്ചി പോവല്ലേ, ഒന്ന് നിൽക്ക്, ഇപ്പൊ വരാം. അവൾ മുറിയിലേക്ക് പോയി അലമാരയിൽ നിന്ന് കുറച്ച് പണമെടുത്തു. ദാ ചേച്ചി, മോള് മാസം കഴിഞ്ഞ് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞ്, ഇത് വെച്ചോളൂ. എനിക്ക് ശമ്പളം തന്നായിരുന്നു മോളെ. അത് കുഴപ്പമില്ല, ഇതും കൂടി ഇരിക്കട്ടെ. ഏയ് വേണ്ട മോളെ. വേണം. അവൾ നിർബന്ധപൂർവ്വം അവരുടെ കയ്യിൽ പിടിപ്പിച്ചു. അത് മോളെ. എന്തേച്ചി? ഇവിടുത്തെ അമ്മയോട് പറഞ്ഞ് ഇനി മുതൽ ജോലിക്ക് വരേണ്ടെന്ന്. അല്ലാതെ എൻ്റെ മോൾക്ക് മാസം കഴിഞ്ഞ് നിന്നിട്ടൊന്നല്ല. അവൾക്കിപ്പോൾ 4 മാസം ആയതേ ഉള്ളൂ. അതുമാത്രമല്ല, അവൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്. കുഞ്ഞിനെ കൊണ്ട് ജോലി എടുപ്പിക്കാനുള്ള അടവാ. അതിനാ എന്നെ പറഞ്ഞു വിടുന്നത്. മോള് ജോലിക്ക് പോകുന്ന അവർക്ക് ഇഷ്ടമല്ല, അതാ കാര്യം. എനിക്ക് മറ്റെവിടെയെങ്കിലും ജോലി കിട്ടും, പക്ഷേ മോള് സൂക്ഷിക്കണം. അവർ പോയതും അവൾ ആലോചനയോടെ നിന്നു. താനൊരു ഉറച്ച തീരുമാനം എടുത്തേ പറ്റൂ. എന്നും സഹിച്ച് താൻ നിൽക്കുമായിരുന്നു. താലി കിട്ടിയ പുരുഷൻ ഒരല്പമെങ്കിലും തന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ. പക്ഷേ അയാൾക്ക് തന്നോടൊരു സ്നേഹവുമില്ല. അയാൾക്ക് ചില രാത്രികളിൽ മാത്രമാണ് ഭാര്യ ആവശ്യം. അയാൾക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പിന്നെന്തിനെ ഇവിടെ നിൽക്കണം? ഇന്ന് ജോലിക്കായി പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത്. നല്ലൊരു ഹോസ്റ്റലോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീടോ കിട്ടുന്നവരെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കാവുന്നേ ഉള്ളൂ. സഹോദരൻ്റെ വിവാഹം കഴിയുന്നവരെ ഏതായാലും സ്വന്തം വീട്ടിലേക്ക് പോകുന്നില്ല. അവൾ ഉറച്ച തീരുമാനത്തിലെത്തി. എടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആഭരണങ്ങൾ ലോക്കലിൽ വെച്ച് നന്നായി. പിന്നെയുള്ള വസ്ത്രങ്ങളാണ്, അതെടുക്കുന്നില്ല. എല്ലായിടത്തും കൊണ്ട് ഇറങ്ങാൻ നോക്കിയാൽ ഒരുപക്ഷെ ഇവർ വീട്ടിൽ നിന്ന് വരും.
സമയം കളയാതെ കുളിച്ചൊരുങ്ങി അവൾ ഇറങ്ങി. പോകും മുമ്പ് അവൾ തിരിഞ്ഞു നോക്കി. ഒത്തിരി സ്വപ്നങ്ങളുമായി വന്നു കയറിയ വീടാണ്, പക്ഷേ ഇതൊരു നരകമാണ്. ബലമായി ഭാര്യയെ ഭോഗിച്ച ഭർത്താവിനു മുന്നിൽ ആദ്യ ദിവസം തന്നെ ഭയന്നുപോയ, സ്വപ്നങ്ങൾ തകർന്നു പോയൊരു പെണ്ണ് നിശബ്ദമായി പടിയിറങ്ങുകയാണ്. അന്ന് പതിവില്ലാത്ത വിധം അവൾക്ക് സന്തോഷം തോന്നി. ഒരിടത്ത് അടിയറവ് പറയാനുള്ളതല്ല ഒരു പെണ്ണിന്റെ ജീവിതം. അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് കണ്ണുകളിൽ ഇരുട്ട് മൂടുന്ന പോലെ തോന്നിയത്. കാലുകൾക്ക് വല്ലാത്ത ഭാരം, ചുറ്റിലും കറങ്ങുന്ന പോലെ. താഴേക്ക് വീഴാൻ പോയ അവളെ പൊടുന്നനെ 2 കരങ്ങൾ താങ്ങി. ബോധം മറയുമ്പോൾ കണ്ടു രാജീവ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മുഖത്ത് ശക്തമായി വെള്ളം വീഴുന്നറിഞ്ഞവൾ പതിയെ കണ്ണുകൾ തുറന്നു. മുറിയിലെ കട്ടിൽ കിടക്കുകയാണ് താൻ. അവൾ ചാടി എഴുന്നേറ്റു. എന്തു പറ്റി തനിക്ക്? രാജീവ് ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് കണ്ണിൽ ഇരുട്ടുകയറും പോലെ തോന്നി. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട. വേണം, വരൂ. അയാൾ അവിടെ കയ്യിൽ പിടിച്ചു. പോർച്ചിൽ കിടന്ന കാർ അയാൾ മുറ്റത്തേക്ക് ഇറക്കി. വരൂ. ഇല്ല, ഞാനതിൽ വരില്ല. കാറിൽ വേറെ ആരും കയറുന്ന ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അത് ശരിയാ, പക്ഷെ ഇപ്പൊ കയറാം. ഓ, വേണമെന്നില്ല. ശ്രീനന്ദയെ കയറാനാ പറഞ്ഞത്. ഇത്തവണ അയാളുടെ ശബ്ദം ഉയർന്നു. ഓ, ഈ പെണ്ണിന്റെ ഒരു അഹങ്കാരം. അങ്ങോട്ട് കയറി വച്ചേ. അങ്ങോട്ട് വന്ന അമ്മ പറഞ്ഞു. ശ്രീനന്ദയ്ക്ക് ദേഷ്യം തോന്നിയെങ്കിൽ അവൾ കാറിൽ കയറി. വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഹോസ്പിറ്റലിൽ ചെന്നും BP കൂടിപ്പോയതാണ്. ഇനിയും താമസിക്കുന്നതിൽ പ്രശ്നമായെന്ന് ഡോക്ടർ പറഞ്ഞു. BP നോർമലായതിനു ശേഷം ഉച്ചയോടുകൂടിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയത്. മടക്കയാത്രയിൽ അവൾ ആലോചിക്കുകയായിരുന്നു, ഇയാൾക്ക് തന്നോട് സ്നേഹമുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇല്ല എന്നാണ് പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായത്. ഇനിയിപ്പോൾ ഉള്ളിൽ തന്നോട് സ്നേഹം ഉണ്ടാവുമോ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അയാളന്ന് ജോലിക്ക് പോയില്ല. എന്നിരുന്നാലും അവളോട് കൂടുതലൊന്നും സംസാരിക്കാൻ ചെന്നതുമില്ല. പക്ഷേ കൃത്യമായി അവൾക്ക് മരുന്നെടുത്ത് കൊടുക്കുകയും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു, ഇയാൾ എന്താ ഇങ്ങനെ. വൈകുന്നേരം അവൾ പിറകുവശത്തെ ചെറിയ കൈത്തോടിനരികിൽ നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന്, മോൾക്ക് എന്താ പറ്റിയത്? രാജീവ് മോളെ എടുത്തുകൊണ്ടുവന്ന് കണ്ട് ഞാൻ ഓടി വന്ന. അപ്പോഴേക്ക് അവിടുത്തെ അമ്മ വന്ന് ഗേറ്റടച്ചു. എന്തു പറ്റി കുട്ടി, നിനക്ക് വയ്യേ? അവരവിടെ തലയിൽ തഴുകി. ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. BP കൂടിയതാ. കഴിഞ്ഞ ദിവസം കണ്ട പാൻറ്റിയുടെ പേര് പോലും ചോദിച്ചില്ല. എന്താ പേര്? എൻ്റെ പേര് മോളെ നളിനിന്നാ. നല്ല പേര്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞിമിഠായി പോലെ അലിഞ്ഞു പോകുന്നൊരു പേര്, നളിനി. കേൾക്കാൻ തന്നെ എന്ത് രസമാ. ഒന്ന് പോകൊച്ചേ. അവരുടെ മുഖത്തൊരു കുസൃതി ചിരി മിന്നി. മുരളി ചേട്ടനെ പ്രേമിക്കുന്ന കാലത്ത് പറയായിരുന്നേ, നിന്റെ പേര് നിന്നെ പോലെ ഭയങ്കര സൗന്ദര്യമാണെന്ന്. അവരുടെ മുഖത്ത് നാണം വിരിഞ്ഞു. BP കൂടാൻ മാത്രം എന്താ മോളുണ്ടായത്? ഏയ് ഒന്നുമില്ല ആൻറ്റി. മോളൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഈ മനസ്സ് വല്ലാതെ നോവുന്നുണ്ടെന്ന്. ആ അമ്മയുടെയും മോൻ്റെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം. മോളെപ്പോലെ ഒരു കുട്ടിക്ക് ഇതൊന്നും താങ്ങാനാവില്ല. അത്രയ്ക്ക് ദുഷിപ്പ് നിറഞ്ഞ മനസ്സാവർക്ക്. ഈ നാട്ടിൽ ആർക്കും അവരിഷ്ടമില്ല. മറ്റുള്ളവരെന്തോ വെറും തെരുവ് നായ്ക്കളെ പോലെയാണ് അവർ കാണുന്നത്. അയൽക്കാരെയും അടുപ്പിക്കില്ല. ആരോടും സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല. മുരളീച്ചേട്ടൻ പറയും, മോള് പാവ, നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വേണമെന്ന്. ശ്രീനന്ദ പുഞ്ചിരിച്ചു. മോളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കേട്ടോ. മോളുടെ അമ്മയെപ്പോലെ കരുതിയാൽ മതി. അവളുടെ കവിളുകൾ അവർ കൈക്കുമ്പിളിലെടുത്ത്. ശ്രീനന്ദയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾ അവരുടെ തോളത്ത് തലചായ്ച്ച് വെച്ച്. പിറ്റേന്ന് അവൾ കാലത്തുണർന്നു. അടുക്കളപ്പണികൾ ഒതുക്കി കുളിച്ച് ഡ്രസ്സ് മാറ്റി ഡൈനിങ് റൂമിലെത്തി. ഉണ്ടാക്കി വെച്ച അപ്പവും മുട്ടക്കറിയും കഴിച്ച് വേഗം എഴുന്നേറ്റു. നീ എന്താ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? രാജീവ് ചോദിച്ചു. ഉണ്ട്. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, അവൾ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവൾ തിടുക്കത്തിൽ റോഡിലേക്ക് ഇറങ്ങി. ജോലി സ്ഥലത്തെത്തിയിട്ട് അവൾ ആകെ ടെൻഷനിലായിരുന്നു. ഇറങ്ങിപ്പോരാൻ നോക്കിയിട്ട് നടന്നില്ല. അതിനർത്ഥം താൻ അവിടെ തന്നെ തുടരണമെന്നാവുമോ? ഇറങ്ങിപ്പോരാൻ തക്ക കാരണമാണോ ഭർത്താവിൻ്റെ സ്നേഹശൂന്യത? അതോ അവിടെ തുടരണോ? ഒന്നും അറിയില്ല. ആകെ മൊത്തം ശൂന്യത നിറഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഫോൺ നോക്കിയപ്പോൾ അമ്മ കോൾ ചെയ്തതായി കണ്ടു. അവൾ അമ്മയെ തിരിച്ചു വിളിച്ചു. മോളെ, ഞാനും അച്ഛന് നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ശ്രീജേഷിൻ്റെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ട. എല്ലാ കാര്യങ്ങളും മോളോട് രാജീവിനോട് ആലോചിച്ച് ചെയ്യണമെന്നാണ് അവൻ പറയുന്നത്. അല്ല, ഇനിയിപ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ നീയും രാജീവ് ഉണ്ടല്ലോ. എന്നാൽ ശരി മോളെ, നാളെ കാണാം. ശരി. അവൾ കോള് കട്ടാക്കി. നിനക്ക് സുഖമാണോ എന്ന് പോലും അമ്മ ചോദിച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പോലും ഒന്നും ചോദിച്ചില്ല. വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ എല്ലാം കഴിഞ്ഞു എന്നാണ്. അവളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. രാജീവിൻ്റെ പെരുമാറ്റത്തിൽ സ്നേഹമൊന്നുമില്ലെങ്കിലും അയാൾ തൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നില്ലെന്ന കാരണത്താലും സഹോദരൻ്റെ വിവാഹത്തിന് താനൊരു തടസ്സമാവരുതെന്ന് കരുതി അവിടെ തന്നെ ജീവിതം ജീവിച്ചു തീർക്കാൻ അവൾ തീരുമാനിച്ചു. അവളുടെ സഹോദരൻ്റെ വിവാഹത്തിന് രാജീവ് മുമ്പന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് മുന്നിൽ വെച്ച് എന്തൊരു നല്ല പെരുമാറ്റമാണ് അയാൾക്ക്. വീട്ടിലെ അന്തരീക്ഷം അവളെ മടുപ്പിക്കുമെങ്കിലും ഓഫീസിൽ അവൾക്ക് സന്തോഷം പകരാൻ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു.
അതായിരുന്നു അവളുടെ ഏക ആശ്വാസം. അതിനിടയിലാണ് പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം അവളെ കാത്തിരുന്നത്. രാവിലെ അമ്മയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് ശ്രീനന്ദ എഴുന്നേറ്റത്. ഓടി അവൾ അമ്മയുടെ മുറിയിലെത്തുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ കരയുകയാണ് അമ്മ. എന്തു പറ്റി അമ്മേ? അയ്യോ, എൻ്റെ കാലുകൾ മുഴുവൻ വേദനിക്കുന്നു, എഴുന്നേൽക്കാൻ വയ്യ. ശരിയാണ്, ഇരു കാൽമുട്ടും നീര് വന്ന് വീർത്തിരിക്കുന്നു, കൂടാതെ പാദങ്ങൾക്ക് നീരുണ്ട്. എന്താ പറ്റിയത്? രാജീവ് അങ്ങോട്ട് വന്നു. അമ്മയുടെ കാലുകൾക്ക് നീരുണ്ട്, അനക്കാൻ വയ്യ. അമ്മയ്ക്ക് നേരത്തെ മുതൽ റൂമറ്റോയിഡ് ആർത്രൈസിന്റെ പ്രശ്നമുള്ളതാ. ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ പത്തിയൊന്നും നോക്കാതെ അവരൊന്നും വലിച്ചു വാരി തിന്നാൻ വേണ്ടി കുറെ കാലമായിട്ട് മരുന്നൊന്നും കഴിക്കാറില്ല. അതാ പ്രശ്നം. സ്വയം വരുത്തി വെക്കുന്നല്ലേ, അനുഭവിച്ചോ? നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം രാജീവ്. എനിക്കെങ്ങാനും പറ്റില്ല, ഓരോന്ന് വരുത്തി വെച്ചിട്ട് എൻ്റെ പിറകെ നടക്കാൻ എനിക്ക് സമയമില്ല. അയാൾ മുറിയിലേക്ക് പോയി. എൻ്റെ മോളെ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവരവളുടെ കയ്യിൽ പിടിച്ചു. അവൾ മുറിയിൽ രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജീവ്, ആ വേദനയോട്ട് പൊളിയുന്ന രാജീവിൻ്റെ അമ്മയാ. അവർ നോക്കേണ്ട കടമ രാജീവിനുണ്ട്. അറിയാം, മതി പറഞ്ഞ്. കൂടുതൽ ചേർക്കാതെ പോയി ഡ്രസ്സ് മാറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇത് എന്തൊരു മനുഷ്യനാ. അവൾ വേഗം പോയി ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറ്റി വന്നു. അമ്മയെ പതിയെ താങ്ങി എഴുന്നേൽപ്പിച്ച് വണ്ടിയിൽ കയറി. മുമ്പ് സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ആയുർവേദ ആശുപത്രിയിലെത്തി. 10-12 വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നെല്ലാം നിർത്തിയല്ലേ. പത്യം തെറ്റിച്ചിന് ഡോക്ടർ കുറെ അവരെ വഴക്ക് പറഞ്ഞു. സന്ധിയിൽ ബാധിക്കുന്ന ആമോദം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ. എന്നാലും കൃത്യസമയത്തുള്ള ചികിത്സയിലൂടെ അതിൽ നിന്ന് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. എന്നിട്ട് എല്ലാം മുടക്കി രോഗത്രയും കൂട്ടി. പറ്റിപ്പോയി, അമ്മ സങ്കടത്തോടെ പറഞ്ഞു. നിങ്ങളുടെ പ്രായം കൂടി ഓർക്കണമായിരുന്നു. ഇനിയിപ്പോൾ നോക്കാനേ പറയാൻ പറ്റുള്ളൂ. മരുന്ന് വാങ്ങി മടങ്ങുമ്പോൾ അമ്മ തീർത്തും മൗനത്തിലായിരുന്നു. മാസങ്ങൾ കടന്നു പോകെ പോകെ അവരുടെ കൈകാലുകളിലെ അസ്ഥികൾ വളഞ്ഞു. മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. നട്ടിലുകൾ വളഞ്ഞ് എഴുന്നേറ്റ് നേരെ നിൽക്കാനാവാതെ കൂനി കൂനി നടക്കുന്ന അവരെ കാണുമ്പോൾ ശ്രീനന്ദക്ക് വല്ലാതെ വിഷമം തോന്നും. എല്ലാ ജോലികളും തീർത്ത് അമ്മക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും മുറിയിലെടുത്ത് വെച്ചിട്ടാണ് അവൾ ജോലിക്ക് പോകുന്നത്. രാജീവ് ഇപ്പോൾ അവളോട് ഒരുപാട് സ്നേഹം കാണിക്കാറുണ്ട്. ഒരുപക്ഷെ താൻ അമ്മയെ നോക്കുന്നുണ്ടാവുമ്പോൾ ഈ സ്നേഹപ്രകടനങ്ങളെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ലെന്ന് അവൾക്ക് മനസ്സിലായത് അമ്മയെ നോക്കാൻ സഹായത്തിന് ആൾ നിർത്തണോ എന്ന് അയാൾ അവളോട് ചോദിച്ചപ്പോഴാണ്. വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അയാൾ പറ്റിയ ആളെ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാ ജോലികളും ചെയ്ത് എൻ്റെ പെണ്ണ് മടുത്തോ? അയാൾ അവിടെ മുഖം കൈകളിലെടുത്ത് ചുംബിച്ചു. ഏയ്, അതൊന്നും സാരല്ല രാജീവ്. അല്ലെങ്കിലും അയാളുടെ സ്നേഹത്തിന് മുന്നിൽ അവൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഇവിടമാണ് തൻ്റെ ഇടമെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്കൊക്കെ അവിടെ അച്ഛനും അമ്മയും വരാറുണ്ടെങ്കിലും മകന് കുഞ്ഞ് ജനിച്ചതോടെ അവർ അവരുടേതായ ലോകത്തിലായിരുന്നു. സഹോദരൻ അവൻ്റെ ഭാര്യയും ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ നോക്കുന്ന അച്ഛനും അമ്മയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരും വരാറൊന്നുമില്ല. വല്ലപ്പോഴും വിളിക്കും, അത്രമാത്രം. മാസങ്ങൾ അതിവേഗം കടന്നുപോയി. പക്ഷേ പതിയെ പതിയെ രാജീവിൻ്റെ അമ്മ തീർത്തും വിഷാദത്തിലായി. ശ്രീനന്ദയെ കാണുമ്പോഴെല്ലാം അവളുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്നെ ഒറ്റക്കാക്കി പോകരുതെന്ന് പറഞ്ഞ് കരയും. ഇത്ര നാൾ ആഡംബരത്തോടെയും അഹങ്കാരത്തോടെയും ജീവിച്ച ഒരാളാണ്. മെലിഞ്ഞ എല്ലും തോലുമായി മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ജീവിക്കുന്നു. അമ്മയുടെ ദയനീയമായ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ ശ്രീനന്ദ ജോലിക്ക് പോകുന്ന നിർത്തി മുഴുവൻ സമയം അമ്മയെ പരിചരിക്കാനായി നീക്കിവെച്ച്. രാജീവ് അവളെ സ്നേഹത്തിൽ പൊതിഞ്ഞു. അവളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ മോഹങ്ങളുടെ 1000 മുകുളങ്ങൾ വിടർന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ അമ്മ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മടങ്ങിപ്പോയി. അവളുടെ കൈകൾ കിടന്ന് അവളെ നോക്കിക്കൊണ്ടാണ് അവർ കണ്ണുകളടച്ചത്. അമ്മയുടെ മകൾ ഹേമ വല്ലപ്പോഴും വന്നാലും അമ്മയെ നോക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് വേഗം തന്നെ മടങ്ങിപ്പോകും. അതെല്ലാം അമ്മ മനസ്സിലാക്കിയത് കൊണ്ടാവാം സ്വന്തം മകൾ അടുത്ത് നിന്നിട്ടും അമ്മ ശ്രീനന്ദയെ മാത്രം നോക്കി അവസാന ശ്വാസമെടുത്ത്. ആ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹമാണോ കടപ്പാടാണോ പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയാണോ തിളങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവരുടെ മരണം ശ്രീനന്ദയെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരുപാട് വേദനിപ്പിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും അതൊക്കെ മറന്ന് ക്ഷമിക്കാനുള്ള കഴിവ് പെണ്ണിനെ എവിടുന്ന് കിട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. രാജീവിൻ്റെ അനിയത്തി ഹേമയും ഭർത്താവ് ശരത്തും കുഞ്ഞുങ്ങൾ കുറേ ദിവസങ്ങളായി തറവാട്ടിൽ തന്നെയുണ്ട്. ഹേമ അടുത്തില്ലാത്തപ്പോൾ ശരത്തിൻ്റെ ചില പെരുമാറ്റങ്ങൾ ശ്രീനന്ദയിൽ ഈർഷ്യയുണ്ടാക്കി. അറിയാത്ത പോലെ ശരീരത്തിൽ സ്പർശിക്കുക, കണ്ണെടുക്കാതെ അവളുടെ ഉടലിലാകെ നോക്കുക, ഇതൊക്കെ അവളിൽ വല്ലാത്ത വെറുപ്പുണ്ടാക്കി. വൈകുന്നേരം രാജീവ് വന്നപ്പോൾ അവൾ രാജീവിനോട് ശരത്തിൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അതിന് നിന്നെ കണ്ട ആർക്കായാലും തൊടാൻ തോന്നും. അത്ര നല്ല പീസല്ലേ നീ. അയാളുടെ സംസാരം കേട്ടതും അവൾ ശില പോലെ നിന്നുപോയി. താൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയാനൊരു ഭർത്താവിന് കഴിയോ? അവളുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. നിങ്ങൾക്ക് നാണുണ്ടോ ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ? ഞാൻ നിങ്ങളുടെ ഭാര്യ. അതിനെന്താ, ഞാനില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഛേ, ഉറപ്പ് തോന്നുന്നു നിങ്ങളോട്. ഇത്ര നാൾ എന്നോട് കാണിച്ച സ്നേഹം കരുതലൊക്കെ വെറുതെ ആയിരുന്നല്ലേ? പിന്നില്ലാതെ. അമ്മയെ നോക്കാൻ ശമ്പളം കൊടുക്കാതെ എനിക്കൊരാൾ വേണമായിരുന്നു. പിന്നെ എൻ്റെ രാത്രികളെ തൊട്ടുണർത്താൻ
നിന്നെപ്പോലെ അതിസുന്ദരിയായ ഒരുത്തി എനിക്ക് വേണമായിരുന്നു. അതിനൊക്കെ വേണ്ടി തന്നെയാടി നിന്നോട് സ്നേഹം കാണിച്ച്. നീ എന്ത് കരുതി എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്നോ? അയാൾ അവിടെ മുമ്പിലെത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എടി പെണ്ണേ, എനിക്ക് ഈ ലോകത്തിൽ എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഒരിടത്തും തോറ്റ ചരിത്രമില്ലടി രാജീവിന്. അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് വാതിൽ മുട്ടിയേട്ടതും അയാൾ ചെന്ന് വാതിൽ തുറന്നു. ഹേമയാണ്. ഏട്ടാ, ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. ഏട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. കുറേ ദിവസമായാലും വന്നിട്ട്. ഷെറുത്ത് എവിടെ മോളെ? ദാ താഴെയുണ്ട്. അയാൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അളിയാ പോവാട്ടോ. ശരി. അവർ പോയതും അയാൾ മുറിയിലെത്തി. ആ ശല്യങ്ങൾ പോയി. എത്ര ദിവസം നിന്ന് തിന്ന് മുടിപ്പിച്ചു. ഇവർക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോവായിരുന്നില്ലേ? അയാൾ പിറുപിറുത്തു. ശ്രീനന്ദ അപ്പോഴും ഒരേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവൾ പതറി ചുറ്റിലും നോക്കി. ഒടുവിൽ അയാളുടെ മുഖത്ത് അവിടെ നോട്ടം താങ്ങി. എന്താടി, നീ അങ്ങ് പേടിച്ചു പോയോ? ഒറ്റ നിമിഷത്തിൽ അവളിൽ ധൈര്യം നിറഞ്ഞു. ഇല്ലടോ, തന്നെ പോലെ ഒരുത്തിനെ സ്നേഹിച്ചു പോയതിൽ എനിക്കിപ്പോൾ എന്നോട് വെറുപ്പാ തോന്നുന്നു. തെരുവിൽ കഴിയുന്ന പട്ടിക്ക് പോലും തന്നെക്കാൾ വിലയുണ്ട്. എന്തു പറഞ്ഞടി? അയാൾ ദേഷ്യത്തോടെ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. അവളുടെ മുഖമടച്ച ആദ്യത്തെ അടി വീണു. എന്നെ അടിക്കരുത്. അവൾ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഓഹോ, എന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടുന്നുണ്ട് നീ? ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. നിങ്ങളുടെ തല്ലും കൊണ്ട് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. അവൾ വാതിൽ നിന്നേർക്ക് നടന്നു. എങ്ങോട്ടായിരുന്നു? നിങ്ങൾക്കെന്താ? അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? അയാൾ അവിടെ കയ്യിൽ പിടിച്ച് നിർത്തി. എന്റെ കൈ വിട്. എടേ, നിനക്കറിയില്ല ഈ രാജീവിനെ. അയാൾ പല്ലുഞ്ഞിരിച്ചു. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവളുടെ മുഖത്ത് പലവട്ടം ഉയർന്നാണ് അയാളുടെ കൈകളുടെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ കുഴഞ്ഞു വീണ് അവളെ നോക്കി അയാൾ ഉറക്കെ ചിരിച്ചു. ഇപ്പൊ എന്താടി, നിന്റെ നാവർങ്ങിപ്പോയോ? ഒന്നും പറയാനില്ലേ? അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഇയാൾ തന്നെ ഇല്ലാതാക്കാനും മടിക്കില്ല. എടി ഭാര്യയെ, നിനക്കറിയോ ഈ കൈകളിലൂടെ കടന്നുപോയ പെണ്ണുങ്ങൾ എത്രയുണ്ടെന്ന്? ഞാനിതുവരെ എണ്ണിയിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയോ? അതിന് മാത്രം യോഗ്യതയുണ്ടോടി നിനക്കോ? പിന്നെ എന്നെ എന്തിനു വിവാഹം ചെയ്തു? എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു? അവൾ ഉറക്കെ കരഞ്ഞു. അങ്ങനെ ഒരാൾ വേണം തോന്നി. എൻ്റെ കുഞ്ഞിന് ജന്മം നൽകേണ്ട യോഗ്യതയുള്ള ഒരുവളാകണമെന്ന് കരുതി. പക്ഷെ ഇത്ര കാലമായിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്ക് പറ്റിയോ? അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. എന്താണ് ഈ മിഴിച്ചു നോക്കുന്നത്? എൻ്റെ കുഴപ്പമാണെന്നറിയാൻ സകല ടെസ്റ്റും ചെയ്ത് ഞാൻ നോക്കിയിടി. കുഴപ്പം നിനക്കാ. അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് നീ എന്താ പ്രഗ്നൻ്റ് ആവാത്ത? ഇത്ര നാൾ നിന്നെ വെറുതെ തീറ്റി പോയിട്ടിട്ട് എനിക്കെന്ത് പ്രയോജനം? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പകപ്പോടെ, അതിലുപരി ഭയത്തോടെ അവൾ അയാളെ നോക്കി. എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. അവൾ പേടിയോടെ പറഞ്ഞു. എവിടെ പോവാൻ? നീ ഒരിടത്തും പോകുന്നില്ല. ഇവിടെ എൻ്റെ കാൽ ചൂട്ടിലൊരു നായയെപ്പോലെ നീ ഉണ്ടാവണം. ഇല്ല, ഞാൻ പോവും. അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കിയതും അയാൾ കാലുയർത്തി അവൾ തൊഴിച്ചെറിഞ്ഞു. അവളുടെ കൈകൾ അയാൾ ബലമായി കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ചു. ഇവിടുന്ന് പോയി രക്ഷപ്പെട്ട് വലിയ ആളാവുന്ന കരുതെങ്കിൽ നിനക്ക് തെറ്റിമോളെ. ഇവിടുന്ന് നീ ഒരിക്കലും പുറത്തു പോയില്ല. അയാൾ പുറത്തേക്ക് പോയി. അവൾക്ക് കരയാനല്ലാതെ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരാൾക്കൊപ്പം ജീവിക്കേണ്ടി വന്ന്? ഒന്നും ആവാതെ ഇവിടെ കിടന്ന് മരിക്കാനാണോ തൻ്റെ വിധി? കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ മുറിയിലേക്ക് തിരികെ വരുന്നേണ്ടതും അവൾ കിലകിലെ വിറക്കാൻ തുടങ്ങി. അയാൾ അവളുടെ കൈകളിലെ കെട്ടുകൾ അഴിച്ചു. നേരം നന്നേ ഇരുണ്ടു തുടങ്ങിയിരുന്നു. അവളെ മുറിക്കുള്ളിലാക്കി അയാൾ മുറി പുറത്തു നിന്ന് അടച്ചു. പുലർച്ചെ ഇവിടുന്ന് കോഴി കൂവുന്ന കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി നേരം പുലരാറായി എന്ന്. വല്ലാതെ വിശന്ന് വയറെരിയുന്നുണ്ട്. ബാത്റൂമിലെ ടാപ്പ് തുറന്ന് അവൾ വെള്ളം കുടിച്ചു. എങ്ങനെ രക്ഷപ്പെടും? ഫോൺ അയാൾ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ആരെയും വിളിക്കാൻ പറ്റില്ല. ഉറക്കെ നിലവിളിച്ചാൽ ആരെങ്കിലും കേൾക്കുമോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും. ജനാലകൾ തുറന്നാൽ അല്പം ദൂരെയായി നളിനി ആൻറ്റിയുടെ വീട് കേൾക്കാം. ജയിലിനടുത്ത് പോയി നിന്ന് ഉറക്കെ വിളിച്ചാൽ അവർ കേൾക്കുമോ? താൻ ഉറക്കെ കരഞ്ഞാൽ ഒരുപക്ഷെ രാജീവ് താൻ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല. കരുതി വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. നേരം നന്നായി പുലരാൻ അവൾ കാത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് രാജീവ് അകത്തേക്ക് വന്നു. അയാൾ അടുത്തു വരുംതോറും ഹൃദയം അതിദ്രുതം മിടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് എൻ്റെ അവസാന ദിവസം ആയിരിക്കുമോ? എന്താടി ആലോചിക്കുന്നത്? നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അവളൊന്നും മിണ്ടിയില്ല. 2 ദിവസം നീ പട്ടിണി കിടക്ക്. നിന്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ. പെട്ടെന്ന് അയാളെ കിടന്ന് അവൾ വാതിലിൽ നേർക്ക് ഓടി. പൊടുന്നനെ അയാൾ അവളെ പുറകിൽ നിന്നും തള്ളി വീഴ്ചു. നടക്കില്ല മോളെ, നിനക്ക് രക്ഷപ്പെടാനാവില്ല. അവളെ നോക്കിയിട്ട് അയാൾ പുറത്തിറങ്ങി വാതിൽ പൂട്ടി. അവൾ പതിയെ എഴുന്നേറ്റ് ശ്രദ്ധയോടെ കാതോർത്തിരുന്നപ്പോൾ താഴെ അയാളുടെ കാറ് സ്റ്റാർട്ടാവുന്ന ശബ്ദം അവൾ കേട്ടു. ഗേറ്റ് പുറത്തുനിന്നും പൂട്ടിയിട്ടായിരിക്കും അയാൾ പോയിരിക്കുന്നു. ഈ കനത്ത മതിൽക്കെട്ടിനുള്ളിൽ ഇനി ആരും വരില്ല. അവൾക്കാകെ പേടി തോന്നി. അവൾ തിടുക്കത്തിൽ ജനാലക്കടുത്ത് ഞാൻ നിന്ന് നളിനി ആൻറ്റിയുടെ വീട് നേർക്ക് നോക്കി. ഉറക്കെ വിളിച്ചാൽ അവർ കേൾക്കൂ. എന്തായാലും വിളിച്ചു നോക്കാം. അവൾ ഉറക്കെ വിളിക്കാനാഞ്ഞതും ഒരു ഓട്ടോ അവരുടെ മുറ്റത്ത് വന്ന് നിന്നു. നളിനി ആൻറ്റിയും മുരളീച്ചേട്ടനും ഓട്ടോയിൽ കയറുകയാണ്.
അവരുടെ കയ്യിൽ ബാഗുകൾ കണ്ടതോടെ അവരെങ്ങോട്ടോ ദൂരയാത്രയ്ക്ക് പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഉറക്കെ അലറി വിളിച്ചു. ഓട്ടോ ഇരമ്പിലോടെ മുന്നോട്ട് നീങ്ങിയാണ്. അവൾ ഒന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ചു നോക്കി. ഓട്ടോ വഴിയിലേക്ക് തിരിഞ്ഞു കയറുന്നതും അവൾ നിരാശയോടെ നിലത്തേക്കിരുന്നു. ഇനി എങ്ങനെ രക്ഷപ്പെടും? അവൾ ആകെ തളർന്നു. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ക്ഷീണവും ഭയമൊക്കെ കാരണം അവൾ അവശയായി. പെട്ടെന്ന് ജനലരികിൽ നിന്നൊരു ശബ്ദം പോലെ തോന്നി അവൾ എഴുന്നേറ്റു. ജനാലക്കരികിൽ ദേവദത്ത്. അയാളെ കണ്ടത് അവൾ ഉറക്കെ കരഞ്ഞു. എന്താ, എന്തു പറ്റി? എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. കരച്ചിൽ പോലെ കേട്ടു. അതാ കോണി പിഴിച്ച് കയറി നോക്കിയത്. എന്നെ രക്ഷിക്കണം, അയാളെന്നെ പൂട്ടിയിട്ടിരിക്കുക. അവളുടെ മുഖത്ത് അടിയുടെ പാടുകളും രക്തമുണങ്ങിയ പാടുകളും ചതവും കണ്ടപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ താഴെ ഇറങ്ങി. എങ്ങനെ രക്ഷപ്പെടുത്തും? ആരെങ്കിലും വിളിച്ചാലോ? വേണ്ട, അത് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. ഇല്ലെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കാം. അയാൾ അടുക്കളയുടെ ഭാഗത്തെത്തി. മറ്റു വീടുകളൊന്നും അടുത്തില്ല. ആകെ അടുത്തുള്ള തങ്ങളുടെ വീട് മാത്രമാണ്. വാതിൽ തറക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അയാൾ വീണ്ടും ജനാലക്കരികിലെത്തി. ഈ വീടിന് ഒന്നിലധികം താക്കോലും ഉണ്ടാവില്ലേ? അയാൾ അവളോട് ചോദിച്ചു. ഉണ്ട്, 2 വീതമുണ്ട്. ഒരെണ്ണം അയാളുടെ കയ്യിലാണ്. മറ്റേത് ഈ മുറിയിലുണ്ടോ? ഒരെണ്ണം അമ്മയുടെ കയ്യിലായിരുന്നു. അത് അമ്മയുടെ മുറിയിലാണ് ഉള്ളത്. അവൾ നിരാശയോടെ പറഞ്ഞു. അല്ല, അമ്മയെ തന്നെ ഏൽപ്പിച്ചിരുന്നു. അവൾ തിടുക്കത്തോടെ എഴുന്നേറ്റു. മുറിയിലെ ഷെൽഫ് മുഴുവൻ നോക്കി. കിട്ടി, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അയാൾ താക്കോലുമായി ഇറങ്ങും മുമ്പ് രാജീവിന്റെ കാറ് ഗേറ്റ് അടന്ന് മുറ്റത്ത് വന്ന് നിന്നു. വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ അയാൾ കാണും. എന്തു ചെയ്യാൻ മടിക്കില്ല. അവൾ തിടുക്കത്തിൽ ജനാലകൾ അടച്ചു. അയാൾ പതിയെ താഴേക്കിറങ്ങി പോർച്ചിനരികിലെത്തി. രാജീവ് വണ്ടിയിൽ നിന്നിറങ്ങി. വാതിൽ തുറന്ന് അകത്ത് കയറുന്ന അയാൾ കണ്ടു. അല്പസമയം കഴിഞ്ഞതും അയാളുടെ ഉറക്കെയുള്ള ചിരി മുകളിലത്തെ നിലയിൽ നിന്ന് കാതോർത്തിരുന്നാൽ മാത്രം കേൾക്കുന്ന ചെറിയ ശബ്ദത്തിൽ അയാൾ കേട്ടു. പെട്ടെന്ന് ദേവദത്ത് മുൻവശത്തെ വാതിലരികിലെത്തി. വാതിൽ പതിയെ തള്ളി നോക്കി. ഭാഗ്യം, വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിട്ടില്ല. അയാൾ പതിയെ അകത്തേക്ക് ചെന്നു. ഇപ്പോൾ രാജീവിന്റെ ശബ്ദം അല്പം കൂടി ഉയർന്നു കേൾക്കാം. ശ്രീനന്ദയുടെ ദയനീയമായ കരച്ചിൽ കേട്ടതും അയാൾ മുകളിലേക്ക് പോവാൻ തുനിഞ്ഞതും രാജീവ് മുറിയുടെ വാതിൽ പൂട്ടി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അയാൾ പൊടുന്നതിന് അടുക്കളയിലേക്ക് ഓടി മാറി. ദേവദത്ത് അടുക്കളയിൽ മറഞ്ഞെന്ന് രാജീവിനെ ശ്രദ്ധിച്ചു. രാജീവ് ഡൈനിങ് റൂമിലെ കസേരയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുകയാണ്. കഴിച്ചീർത്തിട്ട് അയാൾ ആരെയോ ഫോൺ വിളിക്കുന്ന ദേവദത്ത് കണ്ടു. സംഭാഷണത്തിൽ നിന്നും അയാൾ ഇപ്പോൾ പുറത്തേക്ക് പോകുമെന്ന് ദേവദത്തിന് മനസ്സിലായി. ശ്രീനന്ദയുടെ മുറിയുടെ താക്കോല് ടേബിളിൽ വെച്ചിട്ട് അയാൾ പുറത്തേക്ക് പോയി. മുൻവശത്തെ വാതിൽ പൂട്ടുന്ന ശബ്ദം ദേവദത്ത് കേട്ടു. അയാൾ കാറ് സ്റ്റാർട്ടാക്കിയതും ദേവദത്ത് താക്കോലുമായി ശ്രീനന്ദയുടെ മുറിയുടെ മുമ്പിലെത്തി വാതിൽ തുറന്നു. ശ്രീനന്ദ ഭിത്തിയിൽ ചാരി നിലത്തിരിക്കുകയാണ്. വേഗം വരൂ, ഞാൻ അയാളുടെ വീട്ടിലെത്തിക്കാം. അവിടെ എത്തിയിട്ട് നമുക്ക് പരാതി കൊടുക്കാം. വേഗം വരൂ. അവളിൽ നിന്ന് മറുപടി കിട്ടായപ്പോൾ അവൻ ആശങ്കയോടെ അവിടെ അടുത്തേക്ക് ചെന്നു. അയാൾ പതിയെ അവളെ കുലുക്കി വിളിച്ചതും അവൾ ചെരിഞ്ഞു വീണു. ഞെട്ടിപ്പോയ ദേവദത്ത് അവളെ ശ്രദ്ധിച്ചു. ശ്വാസം എടുക്കുന്നുണ്ട്. അവൻ ദീർഘനിശ്വാസത്തോടെ നിമിഷിയിരുന്നു. ഇനി താമസിക്കാൻ പാടില്ല. അയാൾ അവളെ കൈകളിലെടുത്തു. താഴെ ഇറങ്ങി അടുക്കള വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ദേവദത്തിന്റെ വീട്ടിലെത്തി. അവളെ തറയിലേക്ക് എടുത്തിയതും അയാൾ കുഴഞ്ഞുപോയി. ഭാരമെടുത്ത് കുഴഞ്ഞ കൈകൾ അയാൾ ശക്തമായി കുടഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം കുടഞ്ഞു. കണ്ണുകൾ തുറന്ന് അവൾ ഉറക്കെ കരഞ്ഞു. പേടിക്കണ്ട, അയാളിപ്പോൾ വരില്ല. താൻ വീട്ടിൽ നമ്പർ തരൂ, ഞാൻ അവരെ വിളിക്കാം. ശ്രീനന്ദ പറഞ്ഞു കൊടുത്ത നമ്പറിലേക്ക് വിളിച്ച അയാൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഇനി പേടിക്കണ്ട, അവർ വേഗത്തുനിന്നാ പറഞ്ഞ്. അവർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തായാലും ഇവനെ വെറുതെ വിട്ടൂടാ. അവളൊന്നും മിണ്ടിയില്ല. കരച്ചിലിന്റെ ആക്കം കൂടിയതേയുള്ളൂ. അയാൾ അവളെ നോക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്തുകൊണ്ട് വന്നു. കഴിച്ചിട്ട് 2 ദിവസമായി, ഒന്നും കഴിച്ചില്ലല്ലോ. അവൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി. നിങ്ങളവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ വയ്യ. ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയുക? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ശ്രീനന്ദയുടെ അവസ്ഥക്ക് ഞാനൊരു കാരണക്കാരനാണ്. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവദത്ത് അവിടെ അരികിലിരുന്നു. ഞാനും രാജീവും കുട്ടിക്കാലം മുതൽ ഒരുമിച്ചായിരുന്നു. ഓർമ്മയുറച്ച കാലം തൊട്ട് എനിക്കൊപ്പം അവനുണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാ ക്ലാസ്സുകളിലും അവനായിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അക്കളെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാനായിരുന്നു ക്ലാസ് ടോപ്പർ. അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. എല്ലായിടത്തും ഒന്നാമനായവന് ഞാൻ ഒന്നാമനായ തീരെ ഇഷ്ടമായില്ല. അന്നവൻ എന്നോട് പിണങ്ങി. ഞാൻ എത്ര പുറകെ നടന്നിട്ടും അവൻ എന്നോട് കൂട്ടുകൂടാൻ തയ്യാറായില്ല. അതുമാത്രമല്ല, മറ്റു കൂട്ടുകാരോടൊപ്പം ചേർന്ന് എന്നെ കളിയാക്കുന്ന അവൻ ശീലാക്കി. അത്രനാൾ ഞാനില്ലാത്തൊരു നിമിഷം പോലും കഴിയാൻ പറ്റാത്ത അവൻ എന്നെ കണ്ടാൽ മാറിയെടുക്കാൻ തുടങ്ങി. ദിവസം അവൻ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞു ഒരു കുടുംബം പോലെ കഴിഞ്ഞത് ഞങ്ങളുടെ കുടുംബം പോലും വല്ലാതാകുന്നു. അല്ല, അവ അകറ്റി. 8ാം ക്ലാസ്സിൽ അവൻ ഫസ്റ്റ് ക്ലാസ്സായി. ഞാൻ മനഃപൂർവ്വം തന്നെ അവന് ഒഴിഞ്ഞു കൊടുത്താണ്. കാരണം അവനെ ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ്റെ ദേഷ്യം തീർന്നില്ല. ബോർഡിൽ, ക്ലാസ് മുറിയുടെ ചുമരുകളിൽ, ബാത്റൂമിലൊക്കെ അവൻ എൻ്റെ പേരിൻ്റെ ഒപ്പം ചില പെൺകുട്ടികളുടെ പേരെഴുതി വെച്ച് ഞങ്ങളുടെ ചിത്രങ്ങൾ വരച്ച്. പിന്നെ എനിക്ക് അവനോട് ദേഷ്യമായി. എൻ്റെ ദേഷ്യം ഞാൻ തീർത്ത് എല്ലാത്തിലും അവനെ തോൽപ്പിച്ച് ഒന്നാമനായി വിജയിച്ച. 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഞാനാണ്. പിന്നീട് +2 ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു.
ഞാനെടുത്ത വിഷയം തന്നെ അവനും എടുത്തു. എന്നെ തോൽപ്പിക്കുക എന്ന് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഞങ്ങൾ PG പഠിക്കുമ്പോഴാണ് ശ്രീനാഥ് ഡിഗ്രി കോളേജിലെത്തുന്നത്. ഒറ്റ കാഴ്ചയിൽ ഒരാൾ ജീവനാകുന്നത് എങ്ങനെയെന്ന് അത്ര നാൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ശ്രീനന്ദയെ ആദ്യം കണ്ട നിമിഷം തന്നെ എൻ്റെ ഹൃദയത്തിലാകെ ഇയാൾ കയറുകയായിരുന്നു. ശ്രീനന്ദ അയാളെ പകച്ചു നോക്കിയിരിക്കുകയായിരുന്നു. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ കണ്ട് എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നത് പലപ്പോഴും കരുതും. പക്ഷേ ഇയാളെ കാണുന്ന നിമിഷം എൻ്റെ കാലുകൾ വിറക്കും, തൊണ്ട വരളും. എനിക്ക് തന്നെ അത്രയ്ക്ക് ജീവനായിരുന്നുള്ളൂ. ശ്രീനന്ദ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴേക്കും എൻ്റെ ക്ലാസ് കഴിഞ്ഞിരുന്നു. എങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ തന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ തൻ്റെ ഹോസ്റ്റലിൻ്റെ വഴിയിൽ കാണാൻ നിന്നിട്ടുണ്ട്. ഇയാളെ കണ്ണു നിറയെ കണ്ടിട്ട് പോന്നിട്ടുണ്ട്. ഞാൻ PG കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ജോലിക്കായി പോയി. രാജീവ് പല പല ബിസിനസ്സും ചെയ്തു. അവൻ റിയൽ എസ്റ്റേറ്റിലൂടെ കോടികൾ സമ്പാദിച്ചു. ആ വീട് സ്ഥലമെല്ലാം അവൻ സമ്പാദിച്ചതാ. എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് ബാംഗ്ലൂർ നിൽക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര സ്നേഹം തന്നാ അവരെന്നെ വളർത്തി. അതുമാത്രമല്ല, ശ്രീനന്ദയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. 1 വർഷത്തിന് ശേഷം ഞാൻ മടങ്ങി വന്നു. അപ്പോഴേക്കും ഇയാൾ ഡിഗ്രി കഴിഞ്ഞിരുന്നു. ഞാൻ നാട്ടിൽ തന്നെ ബാങ്കിൽ ജോലിക്ക് കയറി. എൻ്റെ ഇഷ്ടം വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛന് വിവാഹാലോചനയായിട്ട് ഇയാളുടെ വീട്ടിലെത്തി. ശ്രീനന്ദ അയാളെ മിഴിച്ചു നോക്കി. പക്ഷേ ശ്രീനന്ദയുടെ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ വിവാഹത്തിനൊന്നും ശ്രീനന്ദയ്ക്ക് താല്പര്യമില്ലെന്നും ജോലി കിട്ടിയിട്ടല്ലാതെ വിവാഹത്തെപ്പറ്റി മിണ്ടരുതെന്നാണ് ശ്രീനന്ദ പറഞ്ഞിരിക്കുന്നതെന്നാ. എങ്കിലും എൻ്റെ ഇഷ്ടം ശ്രീനന്ദയെ അറിയിക്കാൻ എനിക്ക് തോന്നി. കാരണം താൻ മറ്റാർക്കെങ്കിലും മനസ്സ് കൊടുക്കുമെന്നൊരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. അതിനായി ഒരു ദിവസം ഞാൻ ശ്രീനന്ദയെ കാത്തു നിന്നു. പക്ഷേ ചീറിപ്പാഞ്ഞു വന്നൊരു ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ബോധം പോകും മുമ്പ് ഞാൻ എന്നെ ഇടിച്ചു തെറിപ്പിച്ച ആളുടെ മുഖം കണ്ടു. അതവനായിരുന്നു, രാജീവ്. പിന്നീട് കുറേ നാൾ ആശുപത്രിയും ചികിത്സയൊക്കെയായി. രാജീവിൻ്റെ പേരിൽ കൊടുത്ത കേസ് അയാൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് മുക്കി. പക്ഷെ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഒരിക്കലും അവനെൻ്റെ എല്ലാമായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാം ക്ഷമിച്ചതായിരുന്നു ഞാൻ. പക്ഷേ എന്നെ കൊല്ലാൻ നോക്കിയവനെ വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല. 4 ആളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവൻ അടിച്ചു. എനിക്കവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. എൻ്റെ ഉള്ളിൽ നീയായിരുന്നു. എൻ്റെ ഉറക്കം കളയുന്ന, എൻ്റെ ജീവനും ജീവിതവുമൊക്കെ നീയായിരുന്നു. ശ്രീനന്ദ തറച്ചിരുന്നു പോയി. നന്ദു, ചെവിക്കരികിൽ അയാളുടെ കാതരമായ വിളിയച്ച. ഞാൻ വീണ്ടും ബാങ്കിൽ ജോലി കയറി. എത്രയും വേഗം നിന്നെ സ്വന്തമാക്കാൻ ഞാൻ കൊതിച്ചു. ഞാനൊരിക്കൽ നിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഒരിക്കൽ എൻ്റെ അച്ഛൻ ഇവിടെ വിവാഹിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് മറ്റന്നാൾ ശ്രീനന്ദയുടെ വിവാഹമാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ശ്രീനന്ദ കണ്ടു. അതായിരിക്കും വിധിയെന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിവാഹം കഴിക്കുന്ന രാജീവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് അവൻ എൻ്റെ അടുത്ത് വന്നു. നീ സ്നേഹിച്ച പെണ്ണ് ഇപ്പം എൻ്റെയാണെന്ന് അവൻ പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയിടൂ. പൊന്നുപോലെ നോക്കാൻ ഒരു ജന്മം മുഴുവൻ കൂടെ കൂട്ടാൻ കൊതിച്ച പെണ്ണ് ഒരുവൻ്റെ വാശിക്ക് വേണ്ടി. അയാളുടെ വിരലുകൾക്കിടയിലൂടെ കണ്ണുനീരൊഴുകുന്ന കണ്ട് അവൾ പകച്ചിരുന്നു. പെട്ടെന്ന് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അയാൾ മുഖം അമർത്തി തുടച്ചിട്ട് പുറത്തേക്ക് ചെന്നു. ശ്രീനന്ദയുടെ അച്ഛനും സഹോദരനുമാണ്. അവരെ കണ്ടത് അവൾ ഇറങ്ങിച്ചെന്നു. അവളുടെ കോലം കണ്ടതും അവർ തറഞ്ഞിരുന്നു. മോളെ, അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു. രാജീവിൻ്റെ സ്വഭാവമൊക്കെ മാറി നിന്നെപ്പോൾ ജീവനാണെന്നൊക്കെയല്ലേ മോള് പറഞ്ഞത്? എന്നിട്ടിപ്പോ? അയാൾ പറഞ്ഞു മുഴുമിക്കാനാവാതെ അവൾ നോക്കി വിതുമ്പി. അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ? ഞങ്ങൾ വന്നപ്പോഴേക്ക് എത്ര നല്ലവനായിട്ടാ അവൻ അഭിനയിച്ച്. ശ്രീനന്ദയുടെ സഹോദരൻ പറഞ്ഞു. അയാൾ തനി സ്വഭാവം പുറത്തെടുത്തപ്പോൾ ഞാൻ ഭയന്നു പോയി. എൻ്റെ ഫോൺ അയാളുടെ കയ്യിലായിരുന്നു. അവനെ വെറുതെ വിടരുത്. അവളുടെ സഹോദരൻ രാജീവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ആഞ്ഞു. വേണ്ട, അച്ഛനെ അയാൾ തടഞ്ഞു. നമുക്ക് പോലീസിലെ പരാതി കൊടുക്കാം. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അച്ഛനെ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തി. മോനെ, ഒരുപാട് നന്ദിയുണ്ട് എന്നെ മകളെ രക്ഷിച്ചതിൽ. അയാൾ ദേവദത്തിൻ്റെ കൈകളിൽ പിടിച്ചു. അവർ വണ്ടിയിൽ കയറിപ്പോന്ന് അയാൾ നോക്കി നിന്നു. മാസങ്ങൾ അതിവേഗം കടന്നുപോയി. ശ്രീനന്ദ ജോലിക്ക് പോയി തുടങ്ങി. അന്ന് ദേവദത്ത് അവളെ കാണാനായി വന്നു. അയാളെ കണ്ടത് അവൾ നിന്നു. എനിക്കൊപ്പം ഞാൻ ക്ഷണിച്ചാൽ താൻ വരുമോ? ഇനിയുള്ള കാലം എന്നോടൊപ്പം ആയിക്കൂടെ? ഇല്ല, എനിക്കതിന് കഴിയില്ല. സത്യത്തിൽ എനിക്ക് ഭയമാണ് ആണുങ്ങളെ, അവൾ പറഞ്ഞു. ഞാൻ നിർബന്ധിക്കുന്നില്ല. താൻ സന്തോഷമായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അയാൾ പോകുന്നവൾ നോക്കി നിന്നു. രാജീവിൻ്റെ പേരിലുള്ള കേസുകൾ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ രാജീവിനതൊരു വിഷയമേ ആയിരുന്നില്ല. പണത്തിന് മുകളിൽ ഒന്നുമല്ലെന്ന അമിത വിശ്വാസത്തിൽ അയാൾ ജീവിതം ആഘോഷിക്കുന്നതിൽ ശ്രദ്ധിച്ചു. ശ്രീനന്ദ പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചു. കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിച്ചു. ഒരിക്കൽ ജോലി കഴിഞ്ഞ് ശ്രീനന്ദ മടങ്ങി വരുമ്പോൾ ദേവദത്തിൻ്റെ അച്ഛനും അമ്മയും അവളെ കാത്തു നിന്നിരുന്നു. അവരെ കണ്ടതും അവൾ അവർക്കരികിലേക്ക് ഓടിച്ചെന്നു. തൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ചെറുകൾ കണ്ട തുണ്ടുകൾ സമ്മാനിച്ചവരാണവർ. രാജീവിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് എപ്പോഴൊക്കെയോ ഇവരുടെ സ്നേഹം കണ്ട് അസൂയ പൂണ്ടവളാണ് താൻ. നളിനി ആൻറ്റി, അവൾ അവരുടെ കൈകളിൽ അമർത്തി പിടിച്ചു. നിനക്ക് സുഖാണോ മോളെ? മുരളിച്ചേട്ടൻ ചോദിച്ചു. അതെ, അവൾ മറുപടി കൊടുത്തു. ആ, മോളറിഞ്ഞോ? രാജീവിനെ കഴിഞ്ഞ ദിവസം ചെയ്തോ വണ്ടി ഇടിച്ചു. അവൻ്റെ കയ്യിലിരിപ്പിൻ്റെയാ. എന്തായാലും ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്നാ കേട്ടത്. ഞങ്ങളിപ്പോൾ വന്ന മോളോട് യാത്ര പറയാനാ.
ദേവദത്തിന് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നു. ബാംഗ്ലൂരിൽ ജോലി കിട്ടി അവന്. ഞങ്ങൾ അവനോടൊപ്പം പോവാ. മോളെ കണ്ട് യാത്ര പറയണം തോന്നി. എൻ്റെ മകൻ ജീവനായി കരുതിയ പെണ്ണല്ലേ നീ. അവൾ തലകുനിച്ചു. എനിക്കറിയാം ഒരു പെണ്ണിൻ്റെ മനസ്സ്. മോളുടെ മനസ്സിനേറ്റ മുറിവുകൾ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ലെന്ന് എനിക്കറിയാം. ഒന്നും ആലോചിച്ച് മോള് വിഷമിക്കരുത്. എല്ലാം മറന്ന് സന്തോഷമായിരിക്കണം. ഞങ്ങൾ പോട്ടെ. അവർ യാത്ര പറഞ്ഞു പോയി. അവൾ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ദേവദത്ത് പോവുകയാണെന്ന്, അച്ഛനും അമ്മയും കൂടെ കൊണ്ട് പോവുകയാണെന്ന്. അതിനർത്ഥം ഇനി അവരവിടെ സെറ്റിൽഡ് ആവുന്നല്ലേ? രാജീവിന് അപകടം പറ്റിയെങ്കിൽ അതിന് പിന്നിൽ ദേവദത്തായിരിക്കുമോ? ഇനിയും രാജീവ് തന്നെ ഉപദ്രവിക്കുമെന്ന് കരുതി തന്നെ സേഫാക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയതായിരിക്കുമോ? ഒന്ന് മാത്രമേ തനിക്കറിയൂ. തൻ്റെ പകൽക്കിനാവുകൾ നിറയെ ഇപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ. ദുരിതകാലത്തിൻ്റെ കയ്യിൽ നിന്നും തന്നെ രക്ഷിച്ചവനാണ്. തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടും ഒരിക്കൽ പോലും തന്നെ ബുദ്ധിമുട്ടിക്കാത്ത ആളാണ്. ആ മനസ്സിൻ്റെ നന്മ, ആ സ്നേഹം, അതനുഭവിക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഇനിയൊരു ദിവസം പോലും അയാളില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട്. മനസ്സ് നിറയെ ഇപ്പോൾ അയാളാണ്. അയാൾ കഴിഞ്ഞുപോയ ഒട്ടേറെ ജന്മങ്ങളിൽ എൻ്റേത് മാത്രമായിരുന്നിരിക്കുക. ഞാൻ അയാളുടെ കുഞ്ഞുങ്ങളെ പെറ്റു പോറ്റിയിരിക്കുക. അവൾക്ക് അയാൾ കാണുമെന്ന് തോന്നി. അവൾ പതിയെ മുന്നോട്ട് നടന്നു. വയ്യ, കാലുകൾക്ക് വല്ലാത്ത ഭാരം. ഈ ഭൂമിയിൽ തനിക്ക് ആരുമില്ലെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട, ആരും വേണ്ട, ഒറ്റയ്ക്കാണ് ഞാൻ, തീർത്തും ഒറ്റ. അവൾ പതിയെ മുന്നോട്ട് നടന്നു. മുന്നിലൊരു കാറ് നിർത്തിയിട്ടിരിക്കുന്ന അവൾ കണ്ടു. വണ്ടിയിൽ ചാരി കൈകെട്ടി തന്നെ നോക്കിയിരിക്കുകയാണ് ദേവദത്ത്. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അയാളുടെ ചുണ്ടിലൊരു ചിരി വിരിയുന്നുണ്ട്. തൻ്റെ പുരുഷനാണിത്, തൻ്റേത് മാത്രം. ഒറ്റ നിമിഷം അയാളുടെ മുഖം കൈകളിലെടുത്ത് അവളെ അയാളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. പിന്നെ കവിളുകളിൽ, ചുണ്ടുകളിൽ. അയാളുടെ മുഖമാകെ അവളുടെ കണ്ണുനീർ പടർന്നു. ഇരുകൈകൾ കൊണ്ടും അയാൾ അവളെ ചേർത്തണച്ച് പിടിച്ചു. നന്ദു. അയാൾ പതിയെ അവളെ വിളിച്ചു. ഇത്ര ആർദ്രമായി ആരും തന്നെ നന്ദു എന്ന് വിളിച്ചിട്ടില്ല. ഇത്രമേൽ ആരും തന്നെ സ്നേഹിച്ചിട്ടില്ല. അവളയാളെ മുറുകെ പിടിച്ചു. അതെ, ഇത് പൊതുവഴിയാ നന്ദു, അയാൾ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവളയാളിൽ നിന്ന് അകന്നു മാറി ചാടിതയോടെ ചുറ്റും നോക്കി. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എന്നിട്ടെന്താ? ഞാൻ നാളെ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ അങ്ങ് കൊണ്ടുപോകും. ഞാൻ വന്നില്ലെങ്കിൽ തന്നെ പൊക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും. അയാൾ ചിരിച്ചു. അയാളുടെ വലം കൈയിൽ അവളുടെ ഇടം കൈ അയാൾ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവർ പ്രണയിക്കട്ടെ ജന്മം മുഴുവൻ.